ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ? നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഈ വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മണ്ണെല്ലാം കളഞ്ഞ് തൊണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അതിൻ്റെ കൂടെ ഒരു 20ഓളം കുഞ്ഞുള്ളി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. അടുത്തത് നമുക്ക് വേണ്ടത് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഞരടി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ പുളിവെള്ളം ഒന്ന് അരിച്ചെടുത്ത ശേഷം മാറ്റി വെക്കണേ. അടുത്തത് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 1/2 കപ്പാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പൊടിച്ച ശർക്കര ഇതുപോലെ തന്നെ ഉപയോഗിക്കുകയാണ്. വാങ്ങുന്ന ശർക്കര പൊടി അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഈ 1/2 കപ്പ് ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 6-7 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കുന്നതിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഇഞ്ചിക്കറിയുടെ ആ ഒരു രുചി എന്ന് പറയുന്നത്. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ ഇതെല്ലാം വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് വറുത്തെടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക് അതിൻ്റേതായ ഒരു രുചി കിട്ടുകയുള്ളൂ. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചട്ടിക്ക് നല്ല ചൂട് കാണും. ആ ചൂട് മതി നമ്മുടെ ഈ പൊടികൾ മൂത്ത് കിട്ടാനായിട്ട്. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ വീതം ഉലുവപ്പൊടിയും കായപ്പൊടി, ഇത്രയാണ് എടുക്കുന്നത്. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മുടെ പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം ചേർത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശർക്കര എടുത്ത് വെച്ചിട്ടില്ലേ, ശർക്കര ചേർക്കാം. ശർക്കര ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് തിളച്ച് വറ്റി വരണം. തീ അതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ചെറു തീയിലിരുന്ന് കുറുകി വരുന്നതാണ് നല്ലത്. ഇഞ്ചിക്കറി അതുപോലെ ഉണ്ടാക്കി ഉടനെ കൂട്ടാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു 2-3 ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് വരിക. ഓണത്തിന് ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കാം. ഇഞ്ചിക്കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറുകി നല്ലൊരു കളറിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ മുമ്പ് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് ചാറായിട്ടുള്ളതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെ ഓഫ് ചെയ്യാം. കാരണം മൺചട്ടിയാണ്, മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിനി ഞാൻ ഇതുപോലെ തന്നെ അടച്ചു വെക്കുകയാണ് കേട്ടോ. അടുത്ത ദിവസം ഇത് എങ്ങനെയാണ് കുറുകിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരു 7-8 ദിവസത്തോളം ഒക്കെ നമുക്കിത് പുറത്ത് കേടാവാതിരിക്കും. കണ്ടോ, ഇതുപോലെ കുറുകിയിരിക്കും. അപ്പോൾ കേടാവാതെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കണം എന്നുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഓണത്തിന് ഇഞ്ചിക്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.